സലാം മജീദ് സാഹിബ് ഉമ്മൊക്കെ പോയി. പെങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മോസനും അമ്മായും ഞങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി ജീവിക്കാം. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു അറിയോ. സന്തോഷത്തിൽ പോവായിരുന്നു. ഞങ്ങളൊരു 4-5 ആളെ മാത്രം അവിടെ ബാക്കിയിട്ടിട്ട് പോയി. ശബ്ദം കൂടി കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ ചേർത്ത് ചെരിഞ്ഞ് കിടന്ന് പിടിച്ച് അപ്പോഴത്തേന് ചുമരും ഒന്നായി മേലൊക്കെ എൻ്റെ മേത്തേക്ക് വീണ് ബേക്കോട്ട് പോയി. ഞാൻ എൻ്റെ കുട്ടി ഒന്നായി. കളിച്ചിരി തമാശകളും ഒരുപാട് സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയ ഒരു നാട് ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് പേരുടെ ജീവനുകൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് കൂടപ്പിറപ്പുകളെ ഒരു നാട് തന്നെ ഓർമ്മകളായി മാറിക്കൊണ്ട് നമ്മുടെ വയനാടിന്റെ ചൂരൽമല. അവിടെയുള്ള ഓരോ സംഭവങ്ങളും സത്യം പറഞ്ഞാൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പിഞ്ചു പൈതങ്ങള്, ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവർ, കുടുംബത്തെ നഷ്ടപ്പെട്ടവർ, ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് 1-2 ആളുകൾ മാത്രം ബാക്കിയായവര്, സ്വന്തം കയ്യിൽ നിന്നും, അതായത് ഉമ്മയുടെ കയ്യിൽ നിന്നും സ്വന്തം കുഞ്ഞിനെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ട് വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം. ഇങ്ങനെ ഒന്നായി വന്ന് അതിൽ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷീറ്റ് എന്തോ കാറ്റിനെടുക്കുകയാണെന്ന്. പിന്നെ നോക്കുമ്പോൾ ആ ശബ്ദം കൂടി കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ ചേർത്ത് ചെരിഞ്ഞ് കിടന്ന് പിടിച്ച് അപ്പോഴത്തേന് ചുമരും ഒന്നായി മേലൊക്കെ എൻ്റെ മേത്തേക്ക് വീണ് ബേക്കോട്ട് പോയി. ഞാനും എൻ്റെ കുട്ടി ഒന്നായിപ്പോയി. എത്തി അടിച്ചു പോയി. എൻ്റെ വാപ്പയും അമ്മയും അവരാദ്യം പോയി, അപ്പം ഞാനും പോയി. കുറേ താഴെ കൊലിച്ചു പോയി. അപ്പോൾ തന്നെ എൻ്റെ കുട്ടീൻ്റെ കൈ ഞാൻ വിട്ടു. മോനങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കമ്പി കിട്ടി എനിക്ക്. ഞാൻ ആ കമ്പിയിൽ പിടിച്ച് കുറേ നേരം തൂങ്ങി നിന്ന് പിന്നെ അങ്ങനെ റോട്ടിലേക്ക് നടന്നു വന്ന ആ ഇരുട്ടത്ത് അവിടെ വന്ന് നിന്നപ്പോൾ ആരോ എന്നെ അങ്ങോട്ട് കൊണ്ടത്. എനിക്കൊന്നും ഓർമ്മയില്ല. ആ ഒരു ശബ്ദം മാത്രം ഇപ്പോഴും ചെവിയിലുണ്ട്. എൻ്റെ മോനും പാപ്പയും ഒന്നിച്ച് പോയി. എല്ലാം പോയി. ഞാൻ ഒറ്റക്കായി. ഉമ്മയുടെ കണ്ണുനീരിന് നമ്മൾ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും? ഒരു കുടുംബത്തിലെ 4 പേര്, ഈ ഉമ്മയും മകനും ഉമ്മയും ഉപ്പയും 3 പേരും നഷ്ടമായി. ഇപ്പൊ തനിച്ചായി. ആ കുഞ്ഞു തന്നെ സ്വന്തം കയ്യിൽ നിന്ന് രാക്ഷസനെ പോലെ വന്ന പ്രകൃതി തട്ടിക്കൊണ്ടുപോയി. ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, ആരാണുള്ളത്? എന്റെ സ്വന്തം കയ്യിൽ നിന്നാണ് എന്റെ മകനെ കൊണ്ടുപോയത്. എല്ലാരും നഷ്ടപ്പെട്ട അങ്ങനെ കുറെ ആളുകളുണ്ട്. ഒരു കുടുംബത്തിലെ 16 ആളുകൾ നഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ഒരാള്. ഞങ്ങൾ 3-4 ആളുകളെ മാത്രം ബാക്കി വെച്ചിട്ട് എന്തിനാണ് അവരെ കൊണ്ടുപോയത്? ഞങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോയിക്കൂടെ എന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. എങ്ങനെ സഹിക്കാൻ പറ്റും? നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഇവരെ? രാക്ഷസനെ പോലെ വന്ന പ്രകൃതി, നമുക്കൊന്നും ചെയ്യാനാവില്ല. വെള്ളം, തീയ്, ഈ സംഭവങ്ങൾ നമുക്ക് തടുത്തു നിർത്താൻ പറ്റാത്ത ഒന്നാണ്. എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ അവിടെ. നമുക്ക് എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാനാവില്ല. എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്? നമ്മൾ എന്ത് കൊടുത്താലും ആ കൂടപ്പിറപ്പിന് പകരം ആവുമോ? ഹസ്ബൻഡ് ഇറങ്ങി അവിടെ നിൽക്കുക. ഇനി വെള്ളം വന്ന മൂപ്പരും പോകും. അതൊന്ന് രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നൂടെ? മൂപ്പർക്ക് നീനുവിനെ അങ്ങോട്ട് മിന്നുവിനെ രക്ഷപ്പെടുത്തിയിട്ട് മൂപ്പർക്ക് കയറാൻ പറ്റുന്നില്ല. ബാക്കി 3 ആളും അതിന്റെ ഉള്ളില. ആരെങ്കിലും ഒന്ന് വരി. ഇതുവരെ ഒരു കുട്ടി എത്തിയിട്ടില്ല. ടൗണിൽ ഭക്ഷ്യക്കാരന്റെ കടന്റെ ബാക്കിലാ വീട്. ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടുന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ വിളിക്കാൻ പറ്റാത്ത എത്ര ആളുകൾ ഉണ്ടാവും? മൊബൈൽ സ്വിച്ച് ഓഫ് ആയത്, അതുപോലൊക്കെ പല ആളുകളും പല ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഒന്നൊച്ചത്തിൽ ശബ്ദം പോലും ആക്കാൻ കഴിയാത്ത രീതിയിൽ കുടുങ്ങി കിടക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്താണ് റബ്ബേ ഇതിനൊക്കെ പറയാ? നമ്മളെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയായിരിക്കും ഇത്. 2019 നടന്നു 22 ആള്. പക്ഷെ അതിൽ നിന്ന് എത്ര ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. എത്രയാണ് അവിടെ ഉരുൾപൊട്ടിയത്? ഈ വീഡിയോ സത്യം പറയാൻ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അവരെയൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മിംസ് ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഉറ്റവരെ കാണാത്തത്, ഉപ്പയെ കാണാത്ത, ഉമ്മയെ കാണാത്ത, സ്വന്തം മക്കളെ കാണാത്തത്. പുറത്ത് ജോലിക്ക് പോയ ആളുകളുണ്ട്. അവര് വരുമ്പോ അവരുടെ കുടുംബങ്ങളില്ല, ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, അനുജനില്ല, അനുജന്റെ ഭാര്യ, അങ്ങനെ ഒരുപാട് ആളുകളില്ല.
അവരൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക? അതായത് ഒറ്റ ഒരു രാത്രി കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവനെ ഇല്ലാതായിട്ട്, ഒരു രാത്രി കൊണ്ടാണ് ഒരു കുടുംബം മുഴുവനും പോകുന്നത്. 1-2 ആളുകളെ തനിച്ചാക്കിയിട്ട് എങ്ങനെയാണ് അവർ ഇനി മുന്നോട്ട് പോകുക? ആ ഉമ്മ കരയുന്നുണ്ടല്ലേ, എനിക്കൊരു മകനും ഒരു ഉമ്മയും ഉപ്പയും എല്ലാരും പോയി, എന്റെ കയ്യിൽ നിന്നാണ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്, ഇനി ഞാൻ മാത്രമാണുള്ളത്, എങ്ങനെയാണ് ഞാൻ ഇനി മുന്നോട്ട് പോവുക? നല്ല രാത്രി ഉരുളുപൊട്ടിയതാണ്. ഇവിടെ സ്കൂൾ തൊട്ടിലുള്ളത്. കുറെ വീടുകൾ പോയിരുന്നു. എൻ്റെ മകള് ഇവിടെ പഠിക്കുകയാണ്. അവിടെ വിവരമൊന്നും അറിയില്ല. എല്ലാ രസക്കാരും എവിടെ ഇട്ടാലും ഇവിടെ കുറെ ആൾക്കാരുണ്ട്. അതൊന്ന് കൈസിലാക്കി വിടണം. എൻ്റെ മോളെ വീട് എവിടെയെങ്കിലും അറിയില്ല. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഉരുൾപൊട്ടിയിട്ട് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് ഓരോ മൃതദേഹങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതിന്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 10-13 ഇന്ന് 15ാമത്തെ ദിവസമാണ് നമ്മുടെ സഹോദരൻ അർജുൻ ഇതുപോലെ തന്നെ 10-13 ദിവസം തെരച്ചിൽ നടത്തി നിർത്തി, കണ്ടു കിട്ടിയില്ല. ആ ടാങ്കറും കാര്യങ്ങളൊക്കെ എത്ര ദൂരത്താണ് പോയിട്ട് കിട്ടിയത്? അത് അത്രയും ഭീകരമായിട്ടാണ് അത് ഉരുൾപൊട്ടിയത്. ഇവിടെ നിങ്ങൾ കാണാം വലിയ വലിയ കല്ലുകളൊക്കെ, മരങ്ങള് ഒന്നുമില്ല, വീടൊക്കെ പോയിട്ട് വെറും ശൂന്യമായ രീതിയിലാണ്. ഇതിനൊക്കെ നാളെ അറിയാം നമ്മൾക്ക് എവിടെ എന്തൊക്കെ സംഭവിച്ചു, എത്ര ആളുകളെ കിട്ടി, എത്ര ആള് കാണാതായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് ആളുകളെ കാണുന്നില്ല. ആ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാവർക്കും ക്ഷമ കൊടുക്കണേ. അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത്രയും, അതിലപ്പുറം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക?